രാവിലെ സ്കൂളിൽ പോകാമെന്ന് വിചാരിക്കാം. അങ്ങനെ നിങ്ങൾ ബാഗും എടുത്ത് സ്കൂളിലോട്ട് നടക്കാൻ തുടങ്ങി. ഓക്കെ, വരുന്ന വഴിക്ക് നിങ്ങൾ എന്ത് കാണുന്നു? ഒരു ട്രാഫിക് സൈൻ കാണുന്നു. ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ട്രാഫിക് സൈൻ കാണുന്നു. അങ്ങനെ വീണ്ടും നിങ്ങൾ നടന്ന് എവിടെ എത്തുന്നു? സ്കൂളിൽ എത്തുന്നു. ഓക്കെ, സ്കൂളിലെത്തി വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു? ക്ലാസ്സിൽ കയറുന്നു, ക്ലാസ് തുടങ്ങുന്നു. ടീച്ചർ എന്താണ്, ഫസ്റ്റ് പീരീഡ് മാത്സ് ആണെന്ന് വിചാരിക്കുക. ടീച്ചർ ബോർഡിൽ മാത്സ് എഴുതി തുടങ്ങി. ഓക്കെ, അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. 1 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞ് ലഞ്ച് ബ്രേക്ക് ആയി. ലഞ്ച് ബ്രേക്കിനായിരിക്കും നിങ്ങൾ ലഞ്ച് ബോക്സ് തുറന്നു നോക്കുന്നു. എന്താണ്? ഒരു ലേഡീസ് ഫിംഗർ ആണെന്ന് വിചാരിക്കാം. അപ്പം നോക്കിക്കേ, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ തന്നെ ഒത്തിരിയേറെ ഷേപ്സ് നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഷേപ്സിനെ എല്ലാം കൂടെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണെന്ത്? പോളിഗൺ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് 8ാം ക്ലാസ്സിൻ്റെ 3rd ചാപ്റ്റർ പോളിഗൺ ആണ്. ഐ എം ജെസ് ആൻഡ് എല്ലാവർക്കും വെൽക്കം ടു മനോരമ ഹൊറൈസൺസ് അനദർ യൂട്യൂബ് വീഡിയോ. അപ്പം നിങ്ങൾ നോക്കിക്കേ, പോളിഗൺസ് എന്ന് വെച്ചാൽ എന്താണ്? ബേസിക്കലി എന്താണ് നമുക്ക് ഡെഫിനീഷൻ ഓഫ് എ പോളിഗൺ എന്ന് പറഞ്ഞ് പറയാൻ പറ്റുന്നത്? ഡെഫിനീഷൻ ഓഫ് എ പോളിഗൺ എന്ന് പറഞ്ഞാൽ is a closed figure. Polygon is a closed two-dimensional figure which is formed by 3 or more straight lines. എന്താണ്? 3ഓ അതിലധികമോ സ്ട്രെയിറ്റ് ലൈൻസ് യൂസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്ലോസ്ഡ് ഫിഗറിനെയാണ് എന്ത് വിളിക്കുന്നത്? പോളിഗൺ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ പോളിഗൺ അല്ലെങ്കിൽ ലീസ്റ്റ് നമ്പർ ഓഫ് സൈഡ്സ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പോളിഗൺ ആരായിരിക്കും? ട്രയാങ്കിൾ ആയിരിക്കില്ലേ? കാരണം 2 സൈഡ് അല്ലെങ്കിൽ 2 ലൈൻസ് വെച്ച് നമുക്ക് എന്തായാലും ഒരു ക്ലോസ്ഡ് ഫിഗർ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ 3 സൈഡ്സ് വെച്ച് മാത്രമേ നമുക്കൊരു ക്ലോസ്ഡ് ഫിഗർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് വെച്ച് ആരാണ്? 3 സൈഡ്സ് ഉള്ള പോളിഗൺ എന്ന് പറയുന്നത് നമ്മുടെ ട്രയാങ്കിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, ഇനി 3 സൈഡ് ആയപ്പോൾ അതൊരു ട്രയാങ്കിൾ ആയി. ഓക്കെ, 4 സൈഡ് ആകുമ്പോൾ അത് എന്താവും? അത് ക്വാഡ്രിലാറ്ററൽസ് ആവും അല്ലേ? ക്വാഡ്രിലാറ്ററൽസിനെ പറ്റി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. സ്ക്വയറും റെക്റ്റാങ്കിളും എല്ലാം എന്താണ്? ക്വാഡ്രിലാറ്ററൽസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി 4 സൈഡ് വരെ നിങ്ങൾക്ക് അറിയാം. അത് 5 സൈഡിലോട്ട് പോകുമ്പോഴേക്കോ 5 വേർട്ടീസസും 5 സൈഡ്സും വരുമ്പോഴത്തേക്കും നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്? പെൻറ്റഗൺ എന്നാണ് അല്ലേ? അഥവാ പഞ്ചഭുജം എന്ന് പറയും നമ്മൾ മലയാളത്തിൽ. ഇനി 6 സൈഡിലോട്ട് പോകുമ്പോഴേക്കോ 6 വേർട്ടീസസും 6 സൈഡ്സും ഉള്ള ഒരു ഷേപ്പിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്കത് ഹെക്സഗൺ അഥവാ ഷഡ്ഭുജം എന്ന് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ ഇതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിഗൺ ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഡിഫറെൻറ്റ് പോളിഗൺസ് നോക്കിയാൽ നമ്മുടെ 3 സൈഡ്സും 3 വേർട്ടീസസും ഉള്ള പോളിഗണെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത് അല്ലേ? അതുപോലെ 4 സൈഡ്സും 4 വേർട്ടീസസും ആകുമ്പോൾ അത് ക്വാഡ്രിലാറ്ററൽസ് ആയി. അതുപോലെ 5 സൈഡ് ആകുമ്പോഴത്തേക്ക് അത് എന്തായി? പെൻറ്റഗൺ ആയി. അതുപോലെ 6 ആകുമ്പോഴത്തേക്ക് അത് ഹെക്സഗൺ ആയി. അതുപോലെ 7 സൈഡ്സ് ആകുമ്പോഴത്തേക്ക് അത് ഹെപ്റ്റഗൺ എന്നാണ് പറയുന്നത്. എന്താണ്? ഹെപ്റ്റഗൺ. അതുപോലെ 8 സൈഡ് ആകുമ്പോഴത്തേക്ക് അത് ഒക്ടഗൺ എന്ന് പറയും. അതുപോലെ 9 സൈഡ് ആകുമ്പോഴത്തേക്ക് അത് നനഗൺ ആയി. അതുപോലെ 10 സൈഡ് ആകുമ്പോഴത്തേക്ക് അത് ഡെക്കഗൺ ആയി. ബേസിക്കലി നിങ്ങളൊരു ഹെക്സഗൺ വരെയൊക്കെ പഠിക്കുന്നുള്ളൂ. നമ്മുടെ 6 സൈഡ് വരെയൊക്കെ നമ്മൾ പഠിച്ചു പോകുന്നുള്ളൂ. അതുകൊണ്ട് അത്ര വരെ ഓർത്തിരുന്നാൽ മതി. ഇത് ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിഗൺ കണ്ടു. ഇനി ഇവരുടെയൊക്കെ ആംഗിൾസിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ്? ട്രയാങ്കിൾസിൻ്റെയും ക്വാഡ്രിലാറ്ററൽസിൻ്റെയും അങ്ങനെ പോകുന്ന ഓരോ പോളിഗണിൻ്റെയും സം ഓഫ് ആംഗിൾസ് എന്തായിരിക്കും നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ഒരു ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസിൻ്റെ സം എന്താണ്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അത് എത്രയാണ്? ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളും കൂടെ ആഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന എത്രയാണ്? 180 ഡിഗ്രി ആയിരിക്കും. എത്രയാണ്? 180 ഡിഗ്രിയാണ് ഒരു ട്രയാങ്കിളിലെ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത്. ഇനി ക്വാഡ്രിലാറ്ററൽസിലോട്ട് പോകുമ്പോഴേക്കോ ക്വാഡ്രിലാറ്ററൽസിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് കണ്ടുപിടിക്കാം. ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുന്നു. ഓക്കെ, ഞാനൊരു ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കറിയാവുന്ന ഒരേ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രയാങ്കിൾസിലെ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് മാത്രമേ നമുക്കറിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ക്വാഡ്രിലാറ്ററലിനെ എന്താക്കുന്നു? ഒരു ഡയഗണൽ വരച്ച് 2 ട്രയാങ്കിൾസ് ആക്കുന്നു. അപ്പോൾ നമുക്കറിയാവുന്ന ഇൻഫർമേഷൻ ഇവിടെ യൂസ് ചെയ്താൽ എന്ത് വരും? ഒരു ട്രയാങ്കിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. മറ്റൊരു ട്രയാങ്കിളും കൂടെ ഉള്ളതുകൊണ്ട് എന്താവും? 2 180 ഡിഗ്രി വരും അല്ലേ? അപ്പോൾ അതായത് നമ്മുടെ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ 180 ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി ദാറ്റ്സ് ഈക്വൽ ടു 360 ഡിഗ്രി ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ പെൻറ്റഗണിൻ്റെയും ഹെക്സഗണിൻ്റെയും എല്ലാം കണ്ടുപിടിക്കാമല്ലോ. ഒരെണ്ണത്തിൻ്റെയും കൂടെ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. പെൻറ്റഗണിൻ്റെ കണ്ടുപിടിക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു പെൻറ്റഗൺ വരയ്ക്കുന്നു. ഓക്കെ, പെൻറ്റഗണിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കണം? ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ കണ്ടുപിടിക്കാം അല്ലേ? നോക്കിക്കേ, ഞാനിവിടെ അതിനെ എത്ര ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു? 3 ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ട്രയാങ്കിൾസിൻ്റെയും ടോട്ടൽ സം എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ ടോട്ടൽ സം ഓഫ് ആംഗിൾസിൻ്റെ പെൻറ്റഗൺ എന്ത് വരും?
180 ഡിഗ്രി ഇൻറ്റു 3 അഥവാ 180 ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി എത്രയാണ്? 540 ഡിഗ്രി വരും അല്ലേ? ഒരു പെൻറ്റഗണിൻ്റെ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 540 ഡിഗ്രി ആയിരിക്കും. ഇനി 6 സൈഡുള്ള ഹെക്സഗൺ തന്നാലും ഹെപ്റ്റഗൺ തന്നാലും എല്ലാം നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊരു കണക്ഷൻ വരുന്നുണ്ട്. എന്താണ്? ആംഗിൾസിൻ്റെ സമ്മും ഷേപ്സിൻ്റെ നമ്പർ ഓഫ് സൈഡ്സും വെച്ചിട്ട് നമുക്കൊരു കണക്ഷൻ പറയാൻ പറ്റും. അതെന്താണ്? നോക്കിക്കേ. ആദ്യം നമ്മൾ ക്വാഡ്രിലാറ്ററൽ എടുത്തു. ക്വാഡ്രിലാറ്ററിന് എത്ര സൈഡുണ്ട്? 4 സൈഡാണ് ഉള്ളത്. ആ 4 സൈഡിൽ നമ്മൾ സം ഓഫ് ആംഗിൾസ് എത്രയാണ് കണ്ടത്? 2 × 180 ആണ് കണ്ടത്. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? സം ഓഫ് സൈഡ്സ്. അപ്പോൾ സൈഡ്സിൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്തിട്ട് 180 ഡിഗ്രി മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ ക്വാഡ്രിലാറ്ററൽസിൻ്റെ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി പെൻറ്റഗൺ ആണെങ്കിലോ, പെൻറ്റഗൺ 5 സൈഡാണുള്ളത്. അപ്പോൾ 5 സൈഡിൽ നമ്മൾ എത്ര സം ഓഫ് ആംഗിൾസ് കണ്ടു? 3 × 180 ഡിഗ്രിയാണ് സം ഓഫ് ആംഗിൾസ് എന്നാണ് കണ്ടത്. അവിടെ എന്താണ് ചെയ്തത്? നമ്പർ ഓഫ് സൈഡ്സിൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്തിട്ട് 180 ഡിഗ്രി മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. ഇനി അടുത്ത ആളെ നോക്കിയേ. അടുത്ത 6, 7, 8 അതുപോലെ ഒത്തിരി സൈഡ്സ് ഉണ്ട്. അതുപോലെ നമ്മുടെ 8ാമത്തെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒക്ടഗണിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒക്ടഗൺ എത്ര സൈഡുണ്ട്? 8 സൈഡുണ്ട് അല്ലേ? ആ 8 സൈഡിൽ എങ്ങനെയാണ് ആംഗിൾസിൻ്റെ സം കാണിച്ചിട്ടുള്ളത്? നോക്കിയാൽ 180 ഡിഗ്രി വെച്ച് 1, 2, 3, 4, 5, 6 6 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ 6 × 180 ഡിഗ്രി ആയിരിക്കും എന്ത്? ഒക്ടഗണിൻ്റെ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത്. ഇനി അവിടെയും ഒരു റിലേഷൻ ഉണ്ടല്ലോ. എന്താണ്? സൈഡ്സിൽ നിന്ന്, അതായത് നമ്പർ ഓഫ് സൈഡ്സിൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്തിട്ട് 180 ഡിഗ്രി മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എന്ത്? അവിടെയും നമ്മുടെ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ജനറലൈസ് ചെയ്ത് നമുക്ക് എന്ത് പറയാം? നമ്മുടെ സൈഡ്സ്, നമ്പർ ഓഫ് സൈഡ്സിൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്ത് 180 ഡിഗ്രി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സം ഓഫ് ആംഗിൾസ് കിട്ടുന്നത് അല്ലേ? ഏത് ഷേപ്പിൻ്റെ ആണെങ്കിലും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് സൈഡ്സിനെ നമ്മൾ n എന്ന് എടുത്താൽ സം ഓഫ് ആംഗിൾസ് ഓഫ് ആൻ n സൈഡഡ് പോളിഗൺ എന്ത് പറയാം? n-2 × 180 ഡിഗ്രി ആണെന്ന് പറയാം. അതാണ് എന്ത്? നമ്മുടെ പോളിഗണിൻ്റെ സം ഓഫ് ആംഗിൾസ്, സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. എന്താണ്? നമ്പർ ഓഫ് സൈഡ്സിൽ നിന്നും 2 സബ്ട്രാക്ട് ചെയ്യുക, 180 ഡിഗ്രി മൾട്ടിപ്ലൈ ചെയ്യുക. അഥവാ n-2 × 180 ഡിഗ്രിയാണ് എന്ത്? നമ്മുടെ പോളിഗണിൻ്റെ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്ത് പറഞ്ഞു? ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ? ഇനി നമുക്ക് എക്സ്റ്റീരിയർ അഥവാ ഔട്ടർ ആംഗിൾസിൻ്റെ കാര്യം പറഞ്ഞാലോ. ഇവിടെ എനിക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിൾ ABC ഉണ്ട്. ഇനി ഈ സി എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എന്താണ്? ആംഗിൾ എ, ആംഗിൾ ബി കൂടാതെ ആംഗിൾ ACB എന്നയുടെ കാര്യമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി എനിക്ക് ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് വരയ്ക്കണം? ഒരു ഔട്ടർ ആംഗിൾ വരയ്ക്കണം എന്ന് വിചാരിക്കുക. അതാണ് എന്ത്? അപ്പം ഞാൻ ഈ BCനെ എന്ത് ചെയ്യുന്നു? എക്സ്റ്റെൻഡ് ചെയ്ത് D വരെ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ഈ ഒരു ആംഗിൾ ACD ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ജോയിൻ ചെയ്യുന്ന 2 ആംഗിൾസ് ആണ് ആരൊക്കെ? ആംഗിൾ ACBയും ആംഗിൾ ACDയും എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്? ഇൻറ്റീരിയർ ആംഗിൾ. ACB ആണ് നമ്മുടെ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. അതുപോലെ ACD ആണ് എന്ത്? നമ്മുടെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ACBയും ACDയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. എന്താണ്? നമ്മുടെ ഇൻറ്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും കൂടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു ലീനിയർ പെയർ ഫോം ചെയ്യുന്നുണ്ട്. അതെന്തായിരിക്കും? അപ്പോൾ അവരുടെ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും എന്നാണ് റിസൾട്ട് പറഞ്ഞു വെക്കുന്നത്. നോക്കിക്കേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആംഗിൾ ACB പ്ലസ് ആംഗിൾ ACB പ്ലസ് ആംഗിൾ ACD അഥവാ ഈ സൈഡിൻ്റെ സി എന്ന് പറയുന്ന ആംഗിളിലെ ഇൻറ്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും എന്നാണ് പറയുന്നത്. ഈ ഒരു റിസൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി അങ്ങോട്ടാണെങ്കിലും ഹയർ ഗ്രേഡ്സിലോട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഒത്തിരി യൂസ്ഫുൾ ആയ ഒരു റിസൾട്ടാണ്. ഓക്കെ. അപ്പോൾ അതെന്തായാലും ഓർത്ത് വെക്കുക. ഈ ലീനിയർ പെയർ ഫോം ഇൻറ്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും കൂടെ ലീനിയർ പെയർ ഫോം ചെയ്യുന്നതുകൊണ്ട് അവരുടെ സം എത്രയായിരിക്കും? എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഞാൻ ഈ ACനെയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക. എങ്ങോട്ട്? E എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെയും ഒരു ആംഗിൾ കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ACDയും ആംഗിൾ BCEയും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ? 2 സ്ട്രെയിറ്റ് ലൈൻസ് ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ആരൊക്കെ? ആംഗിൾ ACDയും ആംഗിൾ BCEയും എന്ന് പറയുന്നത്. അങ്ങനെ 2 ലൈൻസ് ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. നോക്കിക്കേ, അതുകൊണ്ടാണ് നമ്മളിവിടെ എഴുതുന്ന ആംഗിൾ ACD എന്ന് പറയുന്ന ആംഗിളും ആംഗിൾ BCE എന്ന് പറയുന്ന ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും.
അത്രയും ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മ് കണ്ടു, ഔട്ടർ ആംഗിൾ എന്താണെന്നും കണ്ടു. ഇനി ഈ ഔട്ടർ ആംഗിൾസിന്റെ സം എന്തായിരിക്കും? ഒരു ട്രയാങ്കിളിനാണെങ്കിലും ഏതൊരു ഷേപ്പിനാണെങ്കിലും എന്തുണ്ടാവും? ഒരു ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ അല്ല ഉള്ളത്. എത്ര എണ്ണം ഉണ്ടാവും? 3 സൈഡിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ്റ്റീരിയർ ആംഗിൾസ് പറയാൻ പറ്റും അല്ലേ? ഓരോ സൈഡ്സും എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് 3 സൈഡിലും എന്ത് കിട്ടും? എക്സ്റ്റീരിയർ ആംഗിൾസ് കിട്ടും. ഈ 3 എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെയും കൂടെ സം എത്രയായിരിക്കും നോക്കാമല്ലോ. അപ്പുറത്ത് എന്തായിരുന്നു? അപ്പുറത്ത് നമുക്ക് ഇന്റീരിയർ ആംഗിൾസിൻ്റെ ഫോർമുല ആയിട്ടാണ് പഠിച്ചത് അല്ലേ? ഇവിടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു മാറ്റമുണ്ട്. നോക്കിക്കേ, ആദ്യം നമുക്ക് ട്രയാങ്കിളിൻ്റെ കേസ് എടുക്കാം. നോക്കിക്കേ, ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിലെ A എന്ന വേർട്ടെക്സിനും B എന്ന വേർട്ടെക്സിനും C എന്ന വേർട്ടെക്സിനും എന്ത് വരച്ചിട്ടുണ്ട്? എക്സ്റ്റീരിയർ ആംഗിൾ വരച്ചിട്ടുണ്ട് അല്ലേ? 3 സൈഡിലും എന്തുണ്ട്? എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്ന ട്രയാങ്കിളിനെ പറ്റിയുള്ള ഒരേ ഒരു ഇൻഫർമേഷൻ എന്താണ്? ഒരു ട്രയാങ്കിളിലെ ടോട്ടൽ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അത് നമുക്ക് ഫിക്സ്ഡ് ആണ്. അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമുണ്ടല്ലോ. എന്താണ്? ഒരു ലീനിയർ പെയർ, ഒരു ഇന്റീരിയർ ആംഗിളും ഒരു എക്സ്റ്റീരിയർ ആംഗിളും കൂടെ ഫോം ചെയ്യുമ്പോൾ ഒരു ലൈനിൽ ഉണ്ടാകുന്ന ആംഗിൾസിന്റെ സം എത്രയാണെന്ന് നമുക്കറിയാം. സ്ട്രെയിറ്റ് ലൈനിലെ ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? A എന്ന് പറയുന്ന വേർട്ടെക്സ് ഒരു 180 ഡിഗ്രി ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. B എന്ന് പറയുന്ന വേർട്ടെക്സിന്റെ അവിടെയും 180 ഡിഗ്രി ഉണ്ട്. C എന്ന് പറയുന്ന വേർട്ടെക്സിന്റെ അവിടെയും 180 ഡിഗ്രി ഉണ്ട്. അപ്പോൾ അത് മൂന്നും കൂടെ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 3 × 180 ഡിഗ്രി, അതായത് 540 ഡിഗ്രി വരും. നമ്മുടെ ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും എല്ലാം കൂടെ ചേർന്ന് കിട്ടുന്നതാണ് എന്ത്? ഈ 540 ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇന്റീരിയർ ആംഗിൾസ് മൂന്നും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കൂടുതൽ പോവില്ല. ഓക്കെ, അപ്പം നോക്കിക്കേ, നമ്മുടെ എക്സ്റ്റീരിയർ ആംഗിൾ അതിൽ നിന്ന് കണ്ടുപിടിക്കാമല്ലോ. ഇന്റീരിയർ ആംഗിൾ മൂന്നും കൂടെ കൂട്ടുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 540 ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സം കാണാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് കിട്ടി ഈ ടോട്ടലിൽ നിന്ന് നമ്മുടെ ഇന്റീരിയർ ആംഗിൾസിന്റെ സം മൈനസ് ചെയ്താൽ പോരെ? അപ്പം നമുക്ക് അത് എഴുതാം. സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് എന്ത് വരും? സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു നമ്മുടെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിച്ച ആംഗിൾ 540 ഡിഗ്രി മൈനസ് നമ്മുടെ ഇന്റീരിയർ ആംഗിൾസിന്റെ സം അത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പം നമുക്ക് എത്ര കിട്ടും? സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്ന 360 ഡിഗ്രിയാണ് ഫോർ എ ട്രയാങ്കിൾ എന്ന് കിട്ടും. ഓക്കെ, ഒരു ട്രയാങ്കിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സം എത്രയാണെന്ന് നമുക്ക് കിട്ടി? 360 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി അതൊരു ക്വാഡ്രിലാറ്ററലിലോട്ട് പോയാലോ? ക്വാഡ്രിലാറ്ററൽ നോക്കിക്കേ, ഒരു ലീനിയർ പെയർ എത്ര ലീനിയർ പെയർ ഫോം ചെയ്യുന്നുണ്ട്? 4 ലീനിയർ പെയർ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് എഴുതാം? ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും കൂടെ കൂടി ഇവിടെ ഒരു 180 ഡിഗ്രി ഉണ്ട്, ഇവിടെ ഒരു 180 ഡിഗ്രി, ഇത് രണ്ടുപേരും കൂടെ ഉണ്ട്, ഇവിടെ ഒരു 180 ഡിഗ്രി ഉണ്ട്, അതുപോലെ തന്നെ എവിടെയുണ്ട്? D എന്ന് പറയുന്ന വേർട്ടെക്സിലും 180 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ഈ 4 വേർട്ടെക്സിലും കൂടെ എത്രയുണ്ട് ടോട്ടൽ എന്ന് പറയുന്നത്? 4 × 180 ഡിഗ്രിയാണ്. അത് എത്രയാണ്? 720 ഡിഗ്രി വരും അല്ലേ? അപ്പം 720 ഡിഗ്രിയാണ് ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും കൂടെ ടോട്ടൽ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഇന്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിച്ചായിരുന്നു? 360 ഡിഗ്രി ആണെന്ന് കണ്ടുപിടിച്ചായിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഈ ടോട്ടലിൽ നിന്ന് ഇത്രയും ആംഗിൾസിൽ നിന്ന് ഇന്റീരിയർ ആംഗിൾസിന്റെ സം മൈനസ് ചെയ്താൽ നമുക്ക് എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സം കിട്ടുമല്ലോ. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു ടോട്ടൽ എത്രയാണ്? 720 ഡിഗ്രിയാണ് കിട്ടിയത്. അതേ നമ്മൾ എന്ത് മൈനസ് ചെയ്യുന്നു? നമ്മുടെ ഇന്റീരിയർ ആംഗിൾസിന്റെ സം 360 ഡിഗ്രി മൈനസ് ചെയ്യുന്നു. അവിടെ എനിക്ക് എത്ര കിട്ടി? എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി കിട്ടി. അപ്പം നമ്മളിപ്പോൾ എന്താ കണ്ടത്? ഒരു ട്രയാങ്കിളിനാണെങ്കിലും ക്വാഡ്രിലാറ്ററലിനാണെങ്കിലും നമ്മുടെ ഔട്ടർ ആംഗിൾസ് അഥവാ എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, അഥവാ 360 ഡിഗ്രിയാണ് രണ്ടിനും കിട്ടിയത്. ഇനി ഞാൻ പെൻറ്റഗണിൻ്റെ കേസ് എടുത്താലും ഹെക്സഗണിൻ്റെ കേസ് എടുത്താലും അങ്ങനെ എത്ര വലിയ പോളിഗൺ എടുത്താലും അൺചേഞ്ചിങ് സം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സമ്മാണ്. അത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. അതായത് ഏതൊരു പോളിഗണിൻ്റെയും എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും എന്നാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇന്റീരിയർ ആംഗിൾസിന്റെ സം എന്തായിരുന്നു? അവിടെ നമ്മൾ ഫോർമുലയാണ് പഠിച്ചത്, n-2 × 180 ഡിഗ്രി. അവിടെ നമ്പർ ഓഫ് സൈഡ്സ് മാറുന്ന അനുസരിച്ച് എന്തും മാറുന്നുണ്ട്? നമ്മുടെ ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മും മാറുന്നുണ്ട്. ഇവിടെയാണെങ്കിലോ, ഇവിടെ എക്സ്റ്റീരിയർ ആംഗിൾസ് എപ്പോഴും ഒരു ഫിക്സ്ഡ് ആയിരിക്കും. അത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. ഓക്കെ, അതുവരെ ക്ലിയർ ആണല്ലോ? നമുക്കതിനെ എഴുതി വെക്കാം. നോക്കിക്കേ, ദ സം ഓഫ് ദ ഔട്ടർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ എത്രയാണ്? 360 ഡിഗ്രിയാണ്. അതുകൂടെ റിസൾട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കാം, നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ളത് റെഗുലർ പോളിഗണിനെ പറ്റിയാണ്. ഇത്രയും നേരം നമ്മൾ പോളിഗൺ എന്താന്ന് കണ്ടു, പോളിഗണിന്റെ ഇന്റീരിയർ ആംഗിൾസിന്റെ സം എന്താന്ന് കണ്ടു, അതുപോലെ എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സം ഫിക്സ്ഡ് ആണ്, 360 ഡിഗ്രി ആണെന്നൊക്കെ കണ്ടു.
ഇനി എന്താണ് റെഗുലർ പോളിഗൺ എന്ന് വെച്ചാൽ? നോക്കിക്കേ, റെഗുലർ പോളിഗൺ എന്ന് വെച്ചാൽ എ പോളിഗൺ ഹാവിംഗ് ഓൾ സൈഡ്സ് ഓഫ് ഈക്വൽ ലെങ്ത് ആൻഡ് ദ ഇന്റീരിയർ ആംഗിൾസ് ഓഫ് ഈക്വൽ മെഷർ ഈസ് നോൺ ആസ് റെഗുലർ പോളിഗൺ. എന്താ പറയുന്നത്? ഒരു പോളിഗന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ലെങ്ത്തിലും എല്ലാ ആംഗിൾസും ഈക്വൽ മെഷറിലുമാണെങ്കിൽ എനിക്കതിന് എന്ത് പറയാൻ പറ്റും? എന്ത് പറയാൻ പറ്റും? റെഗുലർ പോളിഗൺ എന്ന് പറയാൻ പറ്റും. അതിന് റെഗുലർ പോളിഗണിന്റെ പ്രത്യേകത എന്താണ്? ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും, അതുകൂടാണ്ട് സൈഡ്സും എല്ലാം ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിളിന്റെ കേസ് എടുത്ത് നോക്കിയാലോ, എല്ലാ ആംഗിൾസും ഈക്വൽ ആയ എല്ലാ സൈഡ്സും ഈക്വൽ ആയ ഒരു ട്രയാങ്കിളിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്നല്ലേ വിളിക്കുന്നത്. അപ്പം നമ്മുടെ റെഗുലർ പോളിഗണിൽ വരുന്ന ട്രയാങ്കിൾ ഏതാണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതുപോലെ ക്വാഡ്രിലാറ്ററലിന്റെ കേസ് എടുത്താലും ഈക്വൽ സൈഡ്സും ഈക്വൽ ആംഗിളും ഉള്ള ക്വാഡ്രിലാറ്ററൽ ആരാണ്? സ്ക്വയർ ആണ് അല്ലേ. അതുപോലെ തന്നെ പെൻറ്റഗന്റെ കേസ് എടുത്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈക്വൽ ആംഗിൾസും ഈക്വൽ സൈഡ്സും ഉള്ള റെഗുലർ പെൻറ്റഗൺ ഉണ്ട്. അതുപോലെ ഹെക്സഗൺ ആകുമ്പോഴത്തേക്കും 6 സൈഡ് ആകുമ്പോഴത്തേക്കും അത് ഹെക്സഗൺ ആയി. അപ്പം നമ്മൾ എന്ത് വിളിക്കും? ഈക്വൽ സൈഡ്സും ഈക്വൽ ആംഗിൾസും ഉള്ള ഹെക്സഗൺ ആണ് റെഗുലർ ഹെക്സഗൺ. അതുപോലെ തന്നെ 7 സൈഡ് ആകുമ്പോഴത്തേക്കും റെഗുലർ ഹെപ്റ്റഗൺ ഉണ്ട്. 8 ആകുമ്പോഴത്തേക്കും റെഗുലർ ഒക്ടഗൺ ആയി. അതുപോലെ 9 ആകുമ്പോഴത്തേക്കും റെഗുലർ നൊണഗൺ. അതുപോലെ 10 ആകുമ്പോഴത്തേക്കും എന്തുകൊണ്ട്? റെഗുലർ ഡെക്കഗണും ഉണ്ട്. അപ്പോൾ നമ്മൾ റെഗുലർ പോളിഗണിന്റെ എക്സാമ്പിൾസ് ആരൊക്കെയാണ് കണ്ടേ? ഇക്വലാറ്റർ ട്രയാങ്കിളിനെ കണ്ടു, അതുപോലെ സ്ക്വയറിനെ കണ്ടു, അതുപോലെ റെഗുലർ പെൻറ്റഗൺ, റെഗുലർ ഹെക്സഗൺ, അതുപോലെ 10 സൈഡിനെയും കണ്ടു. ഓക്കെ, അടുത്ത നമുക്ക് പ്രോബ്ലം സെക്ഷനിലോട്ട് പോവാം. ആദ്യത്തെ പ്രോബ്ലം നോക്കിക്കേ. ഫൈൻഡ് ദ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ വിത്ത് 6 സൈഡ്സ്. എന്താണ് തന്നിട്ടുള്ളത്? ഒരു റെഗുലർ പോളിഗൺ തന്നിട്ടുണ്ട്. റെഗുലർ പോളിഗൺ എന്ത് കണ്ടുപിടിക്കണം? എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കണം. എത്ര സൈഡ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്? നമ്പർ ഓഫ് സൈഡ്സ് 6 ആണെന്ന് തന്നിട്ടുണ്ട്. റെഗുലർ പോളിഗൺ ആണെന്ന് തന്നിട്ടുണ്ട്. എക്സ്റ്റീരിയർ ആംഗിൾ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോക്കിക്കേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? n അഥവാ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 6 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ചോദിക്കട്ടെ, എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സം നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചായിരുന്നു. എത്രയായിരുന്നു? ഏതൊരു പോളിഗൺ എടുത്താലും അതിപ്പം 6 സൈഡ് ആയാലും 5 സൈഡ് ആയാലും എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അപ്പം നമുക്ക് എന്തെഴുതാം? സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് ഈക്വൽ ടു സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് ഈക്വൽ ടു എത്ര വരും? 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഇവിടെ നോക്കിക്കേ, നമ്പർ ഓഫ് സൈഡ്സ് 6 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ എക്സ്റ്റീരിയർ ആംഗിളും കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ടോട്ടൽ സമ്മിനെ നമ്പർ ഓഫ് സൈഡ്സ് വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു 360 ബൈ n വരും അല്ലേ. ഇവിടെ n എത്രയാണെന്ന് നമുക്കറിയാം? 6 ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഓരോ എക്സ്റ്റീരിയർ ആംഗിളും കണ്ടുപിടിക്കാൻ 360 ബൈ 6 ചെയ്താൽ മതി. അതെത്രയാണ്? 60 ഡിഗ്രി ആണ് അല്ലേ. അതായത് ഒരു ഹെക്സഗൺ, റെഗുലർ പോളിഗൺ വിത്ത് 6 സൈഡ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റെഗുലർ ഹെക്സഗൺ ആണല്ലേ. അപ്പോൾ ആ റെഗുലർ ഹെക്സഗണിന്റെ ഓരോ എക്സ്റ്റീരിയർ ആംഗിൾസും എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. സിമ്പിൾ പ്രോബ്ലം അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. പ്രോബ്ലം നോക്കിയേ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ദ ഫോളോയിങ് ട്രയാങ്കിൾ. നമുക്ക് ട്രയാങ്കിളിൽ എന്ത് തന്നിട്ടുണ്ട്? ഒരു 3x എന്ന് പറയുന്ന ഒരു ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ സം 2 ആംഗിൾസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? ഒരു ട്രയാങ്കിൾസിന്റെ ടോട്ടൽ സം ഓഫ് ആംഗിൾസ് എത്രയാണെന്ന് അറിയാം അല്ലേ. ടോട്ടൽ സം ഓഫ് ആംഗിൾ അല്ലെങ്കിൽ സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എത്രയാണെന്ന് നമുക്കറിയാം. സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണല്ലേ. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതിൽ 2 ആംഗിൾസ് ആരൊക്കെയാണ്? ഒന്ന് 90 ഡിഗ്രിയാണ്, അഥവാ പെർപെൻഡിക്കുലർ ആണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? 90 ഡിഗ്രിയാണ്. വേറൊരു ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എ അഥവാ BAC എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അത് നമുക്ക് ടോട്ടൽ സം ഓഫ് ആംഗിൾസ് എടുത്ത് എഴുതാം. ആംഗിൾ BAC പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണെന്നാണ് നമുക്കറിയാവുന്ന കാര്യം. ഓക്കെ, അതിൽ ആംഗിൾ BAC നമുക്കറിയില്ല, അതങ്ങനെ തന്നെ എഴുതാം. ആംഗിൾ BAC പ്ലസ് ആംഗിൾ B എത്രയാണെന്ന് നമുക്കറിയാം? 90 ഡിഗ്രി ആണെന്ന് അറിയാം. അതുപോലെ ആംഗിൾ C എത്രയാണെന്ന് നമുക്കറിയാം? 30 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ടോട്ടൽ 180 ഡിഗ്രി. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് ആംഗിൾ BAC കണ്ടുപിടിക്കാമല്ലോ. ആംഗിൾ BAC എന്ത് വരും? 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി വരും. അത് എത്രയാണ്? 60 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ BAC നമുക്ക് എന്ത് കിട്ടി? 60 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നോക്കിക്കേ, BA എന്ന് പറയുന്ന സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമുക്ക് എക്സ്റ്റീരിയർ ആംഗിൾ ആണ് എന്ത്? 3x എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ആംഗിൾ BACയും എക്സ്റ്റീരിയർ ആംഗിളും ഈ 2 ആംഗിൾസോട് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു സ്ട്രെയിറ്റ് ലൈനിലായതുകൊണ്ട് തന്നെ അവർ ഒരു ലീനിയർ പെയർ ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലീനിയർ പെയറിന്റെ സം വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? 180 ഡിഗ്രി ആയിരിക്കും ഇവരുടെ സം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ നമുക്ക് ഈ E എന്ന് മാർക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ BAC പ്ലസ് ആംഗിൾ എന്ത് എഴുതാം? ആംഗിൾ CAE ആണ്.
ആംഗിൾ CAE എത്ര വരും? 180 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ആംഗിൾ BAC ഓൾറെഡി എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 60 ഡിഗ്രി ആണെന്ന് കണ്ടുപിടിച്ചു. ആംഗിൾ CAE എന്താണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്? 3x ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. എത്ര വരും? 3x = 180 ഡിഗ്രി മൈനസ് 60 വരും. അത് എത്രയാണ്? 120 ഡിഗ്രി ആണ്. എക്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് വരും? 3 ഇപ്പുറത്ത് പോകുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യണം. 120 ഡിവൈഡഡ് ബൈ 3 = 40 ഡിഗ്രിയാണ് നമ്മുടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? എന്തേ ചെയ്തുള്ളൂ? ആദ്യം ടോട്ടൽ സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ 180 ഡിഗ്രി ആണെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മൾ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിച്ചു. ആ മൂന്നാമത്തെ സൈഡ് നമ്മുടെ CAE എന്ന് പറയുന്ന ആംഗിളും കൂടെ ലീനിയർ പെയർ അഥവാ എക്സ്റ്റീരിയർ ആംഗിളും ഇന്റീരിയർ ആംഗിളും തമ്മിലുള്ള സം 180 ഡിഗ്രി ആയതുകൊണ്ട് അവിടെ നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അടുത്തൊരു പ്രോബ്ലം നോക്കിക്കേ. ഈച്ച് എക്സ്റ്റേണൽ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 20 ഡിഗ്രി. എന്താണ്? ഒരു പോളിഗണിൻ്റെ ഓരോ എക്സ്റ്റീരിയർ ആംഗിളും എന്ന് പറയുന്നത് 20 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? എത്ര സൈഡാണ് ഈ പോളിഗൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതി തുടങ്ങാം. ഈച്ച് എക്സ്റ്റേണൽ ആംഗിൾ എത്രയാണ്? ഓരോ എക്സ്റ്റേണൽ ആംഗിളും നമുക്ക് 20 ഡിഗ്രി ആണെന്ന് അറിയാം. ഈച്ച് എക്സ്റ്റേണൽ ആംഗിൾ ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി. എക്സ്റ്റേണൽ ആംഗിൾ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് എന്തറിയാം? സം ഓഫ് എക്സ്റ്റേണൽ ആംഗിൾസ് നമ്മൾ എത്രയാണെന്ന് കുറച്ച് മുമ്പ് പഠിച്ചായിരുന്നു. എത്രയാണ്? 360 ഡിഗ്രിയാണ്. സം ഓഫ് എക്സ്റ്റേണൽ ആംഗിൾസ് ഓഫ് ഏത് പോളിഗൺ എടുത്താലും സം ഓഫ് എക്സ്റ്റേണൽ ആംഗിൾ മാറുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 360 ഡിഗ്രി ആണെന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ 360 ഡിഗ്രി കിട്ടിയത്? ഓരോ ആംഗിളിൻ്റെയും എത്ര സൈഡ്സ് ഉണ്ടോ അത്രയും സൈഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ 360 ഡിഗ്രി കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? 20 × n ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് എഴുതാമല്ലോ. n എന്താണ്? n നമ്പർ ഓഫ് സൈഡ്സ് ആണ് കേട്ടോ. തൽക്കാലം നമ്മൾ അറിയത്തില്ലാത്തതുകൊണ്ട് n എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പം ഓരോ എക്സ്റ്റേണൽ ആംഗിളിനെയും എത്ര നമ്പർ ഓഫ് സൈഡ്സ് ഉണ്ടോ സൈഡ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 360 ഡിഗ്രി കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. എന്ത് വരും? n ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 20 എത്ര വരും? n എത്ര വന്നു? 18 വന്നല്ലേ. അതായത് 18 സൈഡുള്ള ഒരു പോളിഗണിൻ്റെ ഓരോ എക്സ്റ്റേണൽ ആംഗിളുമാണ് എന്ത് വരുന്നത്? 20 ഡിഗ്രി വരുന്നത്. അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് സൈഡ്സ് ആയിരുന്നു, നമുക്ക് കിട്ടി 18 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. ദ സം ഓഫ് ഓൾ ദ ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 1440 ഡിഗ്രി. ഹൗ മെനി സൈഡ്സ് ഡസ് ദ പോളിഗൺ ഹാവ്? എന്താ തന്നിട്ടുള്ളത്? ഇന്റീരിയർ ആംഗിൾസിൻ്റെ ഒരു പോളിഗണിലെ ഇന്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 1440 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പോളിഗൺ എത്ര സൈഡ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ഓർക്കണം? നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല ഓർക്കണം. സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ എന്ന് പറയുന്ന ഫോർമുല നമ്മൾ എന്താ പഠിച്ചത്? n-2 × 180 ഡിഗ്രി അല്ലേ പഠിച്ചത്? സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ എന്ത് വരും? n-2 × 180 ഡിഗ്രി വരും. അതാണ് ഇവിടെ എന്തെന്ന് തന്നിട്ടുള്ളത്? 1440 എന്ന് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഈക്വൽ ടു ഒക്കെ എഴുതാമല്ലോ. n-2 × 180 ഡിഗ്രി എന്ന് പറയുന്നത് 1440 ഡിഗ്രിയാണ്. ഇവിടെ നമുക്ക് സോൾവ് ചെയ്യാമല്ലോ. എന്ത് വരും? n-2 എന്ന് പറയുന്നത് 180 അപ്പുറത്ത് പോകുമ്പോൾ 1440 ഡിവൈഡഡ് ബൈ 180 വരും. അതെത്രയാണ്? 8 വരും അല്ലേ? 8 വരും. അങ്ങനെയാണെങ്കിൽ n എന്ത് വരും? 2 അപ്പുറത്ത് പോകുമ്പോഴത്തേക്കും 8 + 2 വരും, അതായത് 10 വരും. അതായത് 10 സൈഡുള്ള ഒരു പോളിഗണിൻ്റെ അതായത് ഡെക്കഗണിൻ്റെ ഇന്റീരിയർ ആംഗിൾസിൻ്റെ സമ്മാണ് എന്തെന്ന് പറയുന്നത്? 1440 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ആ ഒരൊറ്റ ഫോർമുല വെച്ചാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ആ ഫോർമുലയും എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മും ഓർത്ത് വെച്ചോളുക. അടുത്തൊരു പ്രോബ്ലത്തിലോട്ട് പോവാം. കൺസിഡർ ദ ക്വാഡ്രിലാറ്ററൽ ABCD. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ADC? എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ആംഗിൾ ADC കണ്ടുപിടിക്കാനാണ് കൊടുത്തിട്ടുള്ളത്. വാട്ട് ഈസ് ദ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ആംഗിൾ A. 3 ക്വസ്റ്റ്യൻ ആണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ആദ്യത്തെ സെക്ഷനിലോട്ട് പോകാം. എന്താണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ADC ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ADC കണ്ടുപിടിക്കാൻ നേരത്ത് നോക്കിക്കേ. CD എന്ന് പറയുന്ന ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് എവിടം വരെ പോയിട്ടുണ്ട്? E എന്ന് പറയുന്ന ഒരു പോയിന്റ് വരെ പോകുമ്പോൾ നമുക്ക് അവിടെ എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? ADE എന്ന് പറയുന്ന ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ ആംഗിളിന്റെ മെഷർ 70 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ?
അപ്പം നോക്കിക്കേ, നമ്മുടെ ഇൻറ്റീരിയർ ആംഗിളാണ് ആര്, എ ഡി സി എന്ന് പറയുന്നത്. അപ്പം എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടെങ്കിൽ ഇൻറ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെയും എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്, ലീനിയർ പെയർ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആംഗിൾ എ ഡി ഇ പ്ലസ് ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അവിടെ നിന്ന് ആംഗിൾ എ ഡി ഇ 70 ഡിഗ്രിയാണ്, പ്ലസ് ആംഗിൾ എ ഡി സി നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് വരും? ആംഗിൾ എ ഡി സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 70 ഡിഗ്രിയാണ്. അത് എത്രയാണ്? 110 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ആദ്യത്തേൻ്റെ ആൻസറായി എന്ത്? 110 ഡിഗ്രിയാണ് നമ്മുടെ ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് എ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ? ക്വാഡ്രിലാറ്ററലിൻ്റെ എന്നല്ല, ഏതൊരു പോളിഗണിൻ്റെയും സം ഓഫ് ഇന്നർ ആംഗിൾസ് കാണാനുള്ള ഫോർമുല എത്രയാണെന്ന് നമുക്കറിയാം. n-2 × 180 ഡിഗ്രി ആണെന്ന് അറിയാം. ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇൻ കേസ് നിങ്ങൾ മറന്നു പോയെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ഫോർമുല യൂസ് ചെയ്യുക. എന്ത് ചെയ്യുക? n-2 × 180 ഡിഗ്രിയാണ് സം ഓഫ് ഇന്നർ ആംഗിൾസ് കാണാനുള്ള ഒരു പോളിഗണിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് തന്നെ n എത്രയാണ്? 4 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 4 - 2 × 180 ഡിഗ്രി, അതായത് 2 × 180 ഡിഗ്രി, അതായത് എത്ര വരും? 360 ഡിഗ്രിയാണ് സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത സെഷൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ആംഗിൾ എ. ആംഗിൾ എ എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത സെഷൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. കാരണം എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററലിലെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എത്രയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് എത്രയാണ് നമുക്കറിയാം? 360 ഡിഗ്രി ആണെന്ന് നമ്മൾ ബി പാർട്ടി കണ്ടുപിടിച്ചിരുന്നു. ഓക്കെ, ബാക്കി 3 പേരെ നമുക്കറിയാമല്ലോ. ആംഗിൾ ബി അറിയാം, ആംഗിൾ സി അറിയാം, അതുപോലെ ആംഗിൾ എ ഡി സിയും അറിയാം. അടുത്ത എന്താ ചോദിച്ചിട്ടുള്ളത്? ആംഗിൾ എ കണ്ടുപിടിക്കാനാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡി കണ്ടുപിടിച്ചിരുന്നു. എത്രയായിരുന്നു? 110 ഡിഗ്രി ആയിരുന്നു. ഇവിടെ നമ്മൾ ആംഗിൾ എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എത്രയാണെന്ന് അറിയാം. 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ബാക്കി 3 ആംഗിൾസും നമുക്ക് തന്നിട്ടുണ്ട്. 4ാമത്തെ ആംഗിളാണ് ആര്? ആംഗിൾ എ എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഈ ടോട്ടൽ സം ഓഫ് ആംഗിൾസ് 360യിൽ നിന്ന് ബാക്കി 3 പേരെയും കൂടെ ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ പോരെ? ചെയ്ത് നോക്കാം. സി എന്ന് പറയുന്നത് സം ഓഫ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ നമ്മൾ ബി പാർട്ടി കണ്ടുപിടിച്ച് വെച്ചിരുന്നു. എത്രയായിരുന്നു? 360 ഡിഗ്രി ആയിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആംഗിൾ എ എന്ന് പറയുന്നത് എത്ര വരും? 360 ഡിഗ്രി മൈനസ് ആംഗിൾ എ ഡി സി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ബി വരും അല്ലേ? ഇനി ആംഗിൾ എ ഡി സി എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചേ? ആംഗിൾ എ ഡി സി 110 ഡിഗ്രി ആണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ആംഗിൾ സി എത്രയാണ്? 95 ഡിഗ്രിയാണ്. ആംഗിൾ ബി എത്രയാണ്? 80 ഡിഗ്രിയാണ് അല്ലേ? അവരുടെ സം എത്ര വരും? 285 വരും. 285 ഡിഗ്രി വരും. എത്ര വരും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ? 75 ഡിഗ്രി വരും അല്ലേ? അതായത് ആംഗിൾ എ എത്ര വന്നു? 75 ഡിഗ്രി വന്നു. അപ്പോൾ നമ്മുടെ 3 പാർട്ടും ആയല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് കണ്ടത്? പോളിഗൺസ് എന്താണെന്ന് കണ്ടല്ലേ? പോളിഗൺസ് എന്തായിരുന്നു? ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ്. 3ഓ അതിലധികമോ സ്ട്രെയിറ്റ് ലൈൻസ് കൂടി ഉണ്ടാക്കുന്ന ഫോം ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് ഫിഗറിനെയാണ് നമ്മൾ പോളിഗൺ എന്ന് വിളിക്കുന്നത് കണ്ടു. പോളിഗണിൻ്റെ സം ഓഫ് ആംഗിൾ, സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല കണ്ടു. എന്തായിരുന്നു? n-2 × 180 ഡിഗ്രിയാണ് സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ എന്ന് കണ്ടു. അതുപോലെ എക്സ്റ്റീരിയർ ആംഗിൾ, ഏതൊരു പോളിഗൺ എടുത്താലും അതിൻ്റെ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ എത്രയാണെന്ന് കണ്ടു? 360 ഡിഗ്രി ആണെന്ന് കണ്ടു. നമ്മൾ പ്രോബ്ലംസ് കണ്ടു. അപ്പം നമ്മുടെ ചാപ്റ്റർ ഇവിടെ എൻഡ് ചെയ്യുവാണ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ. Manorama Horizon. Learning made simple.